അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഡേറ്റ് ആണ് ആപ്പിൾ ഇന്നലെ റിലീസ് ചെയ്ത iOS 26.4.1 എന്ന് പറയുന്ന ഈ ഒരു മൈനർ അപ്ഡേറ്റ്. ഇത് കറന്റ് iOS 26 സപ്പോർട്ട് ചെയ്യുന്ന സകല ഡിവൈസുകളും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആണ്. ഇതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 26.4.1 macOS Tahoe 26.4.1 അപ്ഡേറ്റും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക ഡിവൈസുകളിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന 500 MB അല്ലെങ്കിൽ 800 MB ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണ്. നമ്മളുടെ iPhone 17 Proയിൽ ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്ന 671 MB ആണ്. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ഐഫോണിൽ ലഭിച്ച അപ്ഡേറ്റ് സൈസ് കുറഞ്ഞു കൂടി എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അനുസരിച്ചും മോഡൽ അനുസരിച്ചും അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. അത് വളരെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. 26.4 അപ്ഡേറ്റ് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇതുപോലത്തെ ഒരു മൈനർ അപ്ഡേറ്റ്. കാരണം 26.4 റിലീസ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആപ്പിൾ ബെയ്റ്റ അപ്ഡേറ്റ് 26.5ൻ്റെ ബെയ്റ്റ അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കത്തില്ലായിരിക്കും, കാരണം നിങ്ങൾ ഓൾറെഡി ബെയ്റ്റ അപ്ഡേറ്റിലാണ്. ഇനി എന്തിനാണ് ആപ്പിൾ ഇതുപോലത്തെ ഒരു മൈനർ അപ്ഡേറ്റ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ബഗ് ഫിക്സസ് ഫോർ യുവർ ഐഫോൺ എന്ന് മാത്രം കൊടുത്ത് ഒതുക്കിയേക്കുവാണ്. പിന്നെ താഴെ അതിൻ്റെ സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള CV എൻട്രീസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ എന്തൊക്കെ ബഗ്ഗുകളാണ് ഫിക്സ് ചെയ്തേക്കുന്നത് എന്നുള്ള ലിസ്റ്റിങ്ങോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ആപ്പിളിൻ്റെ ഒരു സ്വഭാവമാണ്. വളരെ മേജറായിട്ടുള്ള ബഗ്ഗുകളാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ അപ്ഡേറ്റിൽ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. അല്ലാതെ കോമൺ ആയിട്ടുള്ള വളരെ ഇറഗുലർ ആയിട്ടുള്ള ബഗ്ഗുകളാണ് എന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തില്ല, ബഗ് ഫിക്സസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കത്തേ ഉള്ളൂ. ഇനി ഇതൊരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഡബിൾ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം 26.4.1 അങ്ങനെ 2 ഡോട്ടുകൾ അവിടെ കാണാം. ആ 2 ഡോട്ടുകളെയാണ് നമ്മൾ ഡബിൾ പോയിന്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണ് എന്ന് തന്നെ അവിടെ കാണാം. ഈ മൈനർ അപ്ഡേറ്റിൽ കൂടുതലും ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി പാച്ചസും അതോടെ ബഗ് ഫിക്സും ആണ്. അല്ലാതെ അപ്ഡേറ്റിൽ പുതിയ മാറ്റങ്ങളോ ചേഞ്ചസോ UI ചേഞ്ചസോ ഫീച്ചേഴ്സോ ഒന്നുമല്ല ഇതിൽ വരുന്നത്. മൈനറായിട്ടുള്ള നമുക്ക് അത്യാവശ്യമുള്ള ബഗ് ഫിക്സുകളും സെക്യൂരിറ്റി പാച്ചസുമാണ്. അതിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പാച്ച് എന്ന് പറയുന്നത് റെഡിറ്റിലും ട്വിറ്ററിലും ഒക്കെ മെൻഷൻ ചെയ്താണ്, പ്രത്യേകിച്ച് ആപ്പ് ഡെവലപ്പേഴ്സ് പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഐക്ലൗഡിൻ്റെ സിങ്ക് ബഗ്. ഈ ഒരു സിങ്കിങ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെന്നെങ്കിലും ഐക്ലൗഡിലേക്ക് ലോഡ് ചെയ്യുന്ന ഡേറ്റ അത് ഐഫോണിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സിങ്കിങ് പ്രോബ്ലം ഐഫോണിലാണ് കൂടുതലും റിപ്പോർട്ടായിരുന്നത്, macOSൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഫോണിലും iPadലും ഈ ഒരു സിങ്കിങ് ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഐക്ലൗഡിൽ നിങ്ങൾ എന്തൊരു തരത്തിലുള്ള ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഐഫോണിൽ ഷോ അപ്പ് ആകുന്ന ഇഷ്യൂ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും മറ്റു പല യൂസേഴ്സും നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഒന്നാണ് നമ്മൾ ഇതുപോലെ പ്രൊഫൈൽ പിക്ചർ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഷോ അപ്പ് ആകാതെ വരുന്നത്. അതും ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഐക്ലൗഡ് സിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കോൺടാക്ട്സ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫയൽസ് ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തേക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ഫയൽസോ ഡേറ്റാസോ ആയിക്കോട്ടെ ആ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ധൈര്യമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 2 നോട്ടിഫിക്കേഷൻ ബഗ്ഗാണ്. അത് നമ്മൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോപ്പറായിട്ട് അത് ക്ലിയർ ആകാതെ വരുന്ന ബഗ് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം 26.4ന് ശേഷം പല യൂസേഴ്സും കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അതും ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. ഫിക്സ് ചെയ്ത മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം കൂടുതൽ കമൻസും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു. ഇതുപോലത്തെ വിജിറ്റുകൾ നമ്മൾ ഇങ്ങനെ ഷ്രിങ്ക് ഡൗൺ ചെയ്യാം അല്ലെങ്കിൽ വികസിപ്പിക്കാം, ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന അതിൻ്റെ ഷേപ്പും സൈസും മാറ്റാൻ സാധിക്കുന്ന വിജിറ്റുകൾ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീൻ റീസ്പ്രിങ് ആവുന്നു, അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് പോലെ ആകുന്നു. റീസ്പ്രിങ് ആണ് കൂടുതലും കണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. 4 കാർപ്ലേയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ അപ്ഡേറ്റിലും മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ആപ്പിൾ കാർപ്ലേ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അത് കറക്റ്റാണ്. കാർപ്ലേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വളരെ സീംലെസ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വിറ്റിങ്ങോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആകുന്ന ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. വളരെ മികച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ 3 ബഗ്ഗുകളാണ് ആപ്പിൾ വിസിബിളി ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. ഇനി ഇതിൽ ഫിക്സ് ചെയ്യാത്ത, അതായത് കഴിഞ്ഞ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്ന അതേ ബഗ്ഗുകൾ ഇപ്പോഴും തുടരുന്ന അതിൽ കുറച്ച് ബഗ്ഗുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഈ ഒരു വാൾപേപ്പർ ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വാൾപേപ്പർ, അത് ഡീസാച്ചുറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അത് കുറേ നാളുകളായിട്ടുള്ളതാണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വാൾപേപ്പർ ഇതിൻ്റെ ട്രൂ കളറായിരിക്കും നമ്മൾ ലോക്ക് സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക്
സാച്ചുറേഷനിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും, ഡീസാച്ചുറേഷൻ. കറൻറ്റ്ലി നമ്മൾ ഇതിൻ്റെ വാൾപേപ്പർ സെറ്റിങ്സിൽ യാതൊന്നും ചെയ്തിട്ടില്ല, ഇത് ബ്രൈറ്റപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഡിമ്മാക്കിയിട്ടൊന്നുമില്ല. എങ്കിൽ കൂടിയും ആ കളറിൽ ഒരു പൊലിമ അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേഷൻ കുറവ് ഹോം സ്ക്രീനിലേക്ക് ആ വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് വളരെ കണ്ടിന്യൂസ്ലി iOS കാണുന്ന ഒരു ബഗ്ഗാണ്. 2, സിറി. പ്രത്യേകിച്ചും ആപ്പിൾ ഇൻ്റലിജൻസിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Type 2 സിറി മോഡിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പം അത് ബേസ് ചെയ്തുള്ള സജഷൻസ് നേരത്തെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം ആപ്പ് സ്റ്റോറിൽ നിന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ സജഷൻസ് ഒന്നും വരുന്നില്ല. നേരത്തെ വളരെ ക്വിക്കായിട്ട് തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സജഷൻ ഇവിടെ വരുമായിരുന്നു. സോ അങ്ങനെ ഒരു ബഗ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ അപ്ഡേറ്റിൽ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കീബോർഡ് ഇഷ്യൂ. കഴിഞ്ഞ അപ്ഡേറ്റിൽ ആപ്പിൾ പൂർണ്ണമായിട്ടും പാച്ച് ചെയ്തൊരു കാര്യമാണ് കീബോർഡ് സംബന്ധമായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ടൈപ്പിങ്, വളരെ സ്മൂത്തായിട്ടുള്ള ആ ഒരു സജഷൻസ് പോപ്പപ്പ് ആകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. എങ്കിലും വളരെ ചുരുക്കം ചില യൂസേഴ്സ് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അവർ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന ലെറ്റർ അല്ലായിരിക്കും അതിൽ വരുന്നത് എന്നുള്ളത്. അതെപ്പോഴും ഇല്ല, വളരെ റെയറായിട്ട് മാത്രം കാണുന്നതാണ്. ചിലപ്പം അതെന്തെങ്കിലും ഒരു ബഗ്ഗായിരിക്കും. സോ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബഗ്ഗായേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പിന്നെ RCSുമായിട്ട് ബന്ധപ്പെട്ട RCS നമുക്കിപ്പം മെസ്സേജിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. മെസ്സേജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് സെറ്റിങ്സിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് RCS മെസ്സേജിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ഈ 2 ഓപ്ഷൻസും മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക. പ്രോപ്പറായിട്ട് തന്നെ വർക്കാവും. നിലവിൽ ജിയോയിലും എയർടെല്ലിലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ RCS പ്രോപ്പറായിട്ട്, എന്തായാലും ജിയോയിൽ പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. എയർടെൽ യൂസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എടുത്ത് പറയത്തക്ക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പെർഫോമൻസിൻ്റെയും ബാറ്ററിയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ കാര്യം ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ബാറ്ററി ഏത് അപ്ഡേറ്റ് ആയാലും ചെറുതായാലും വലുതായാലും ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു ഒരു 2 to 4 days നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബാറ്ററിയുടെ റിസൾട്ട് അല്ലെങ്കിൽ ബാക്കപ്പും കാര്യങ്ങളെ പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. കറൻറ്റ്ലി നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ആണ്. 178 ആണ് എൻ്റെ സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 26.4ൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അത്യാവശ്യം മോശമല്ലാത്ത, അതായത് ഭീകര ഒരു പെർഫോമൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മോശമല്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു 26.4 തരുന്നുണ്ടായിരുന്നു. ഇനി 26.4.1ലേക്ക് വരുമ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു 2 to 4 days യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ ചെയ്യും, അതിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ 26.3ലും വലിയ കുഴപ്പമില്ലായിരുന്നു. 26.4ലേക്ക് വന്നപ്പം കുറേയും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമല്ല, കുറച്ച് വളരെ മൈനറായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതേ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് തന്നെയാണ് 26.4.1ലേക്ക് വരുമ്പോഴും. അപ്പോൾ 26.4.1 എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഓൾഡർ ജനറേഷൻ ഡിവൈസുകൾ, അതായത് iPhone 11, 12, 13, 14, അതോടൊപ്പം തന്നെ കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ ബഗ്ഗുകളോ ഗ്ലിച്ചുകളോ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ക്ലീൻ ഇൻസ്റ്റലേഷൻ, iTunes ഉപയോഗിച്ചോ ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഓവറോൾ ഗ്ലിച്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാനും ഡിവൈസിൻ്റെ പെർഫോമൻസിനെ കാര്യമായിട്ടുള്ള രീതിയിൽ കൂട്ടാനും സാധിക്കുന്നതാണ്. സോ അങ്ങനെയുള്ളവർ ഇത് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ ഡിവൈസിൽ 26.4 ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ബാറ്ററിയും പെർഫോമൻസും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you on the next one. Until then, peace.